സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ വീഡിയോ ഇടാൻ കാരണം അടുത്ത സമയത്ത് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KM ഷാജിയുടെ പ്രസ്താവനയാണ്. അതായത് അതിനെ ഏറ്റുപിടിച്ച് കുറേ മാധ്യമങ്ങളും കുറേ ചാനൽ പ്രവർത്തകരും കുറേ രാഷ്ട്രീയക്കാരും ഒക്കെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, KM ഷാജി നല്ല വ്യക്തിയാണ്, നല്ല നേതാവാണ്. പക്ഷേ വികാരം കൊണ്ട് വീർപ്പ് മുട്ടി പൊട്ടിത്തെറിക്കരുത്. മിതത്വം പാലിക്കണം. വാക്കുകളിൽ സംയമനം വേണം. നിങ്ങൾക്ക് വികാരങ്ങളെ നമ്മൾ അടക്കി നിർത്തണം. എങ്ങനെ നല്ല രാഷ്ട്രീയക്കാരനാവാൻ നോക്കണം. നിങ്ങൾ നമുക്ക് നോക്കാം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമദാനി സാഹിബ്, KM മുനീർ സാഹിബ്, ഇവരുടെയൊക്കെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെയൊക്കെ വാക്കുകളിൽ ഉള്ള ആ മിതത്വം, അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമോ രാഷ്ട്രീയക്കാരൻ സംസാരിക്കാനുള്ളത്. അപ്പോൾ KM ഷാജിക്ക് നേതാക്കന്മാർ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്ത് ഈ വികാര പ്രകടനങ്ങൾ ഒഴിവാക്കണം. കാരണം അത് ഒരുപാട് ദോഷം ചെയ്യും. മുസ്ലിം ലീഗിനായിരുന്നാലും ശരി, UDF-നായിരുന്നാലും ശരി. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ വികാരം അങ്ങനെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാൻ പാടില്ല. ആ വികാരങ്ങളെയൊക്കെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടാവുമ്പോഴേ ഒരു മികച്ച രാഷ്ട്രീയക്കാരനാവും. അതായത് തന്മയത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കണം, പൊട്ടിത്തെറിക്കരുത് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന്. KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈക്കിൻ്റെ പോലും ആവശ്യമില്ല, അങ്ങനെ സംസാരിക്കും. പക്ഷെ അതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതല്ല രാഷ്ട്രീയത്തിൽ നമുക്ക് ആർക്കും സ്ഥിരമായ ശത്രുക്കളില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ കേരള രാഷ്ട്രീയമായിരുന്നാലും ശരി, ഇന്ത്യൻ രാഷ്ട്രീയമായിരുന്നാലും ശരി, എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, ആരും സ്ഥിരമായ ശത്രുക്കളല്ല. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് അളന്നു മുറിച്ചേ പറയാൻ പാടുള്ളൂ. അപ്പോൾ രാഷ്ട്രീയക്കാരൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അതേസമയം രാഷ്ട്രീയമില്ലാത്തവന് എന്തും പറയാം. അതുപോലെ നിങ്ങൾ ആരും യാതൊരു കാരണവശാലും KM ഷാജി പറയാൻ പാടില്ലാത്തതാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ, അങ്ങനെ പറയാനേ പാടില്ല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ന്യൂനപക്ഷ, പിന്നോക്ക, ദളിത് സമുദായങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള സംസാരം പാടില്ല. അത് നമുക്ക് യാതൊരു കാരണവശാലും പാടില്ല. കാരണം ഈ KM ഷാജി തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും KM മുനീറും ഒക്കെ സംസാരിക്കുന്നത് അത് ഒന്നുമല്ലെങ്കിൽ അവരുടെ വീഡിയോ ഇട്ട് കേൾക്കണം. കേട്ടിട്ട് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആകണം, കുറച്ച് മിതത്വം പാലിക്കണം. ആ വികാരമൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ വികാരം കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിപ്പോവും. ചില ചാനലുകളും ചിലരുടെ സംസാരമൊക്കെ കേൾക്കുക, അപ്പം അടിച്ചവൻ്റെയൊക്കെ പല്ല് ഒഴിക്കാൻ തോന്നും. പക്ഷേ അതൊന്നും പാടില്ല. സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്ക്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, സംസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ ജാതി മതസ്ഥരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ സ്വീകാര്യനായിരിക്കണം. ആ രീതിയിൽ വേണം രാഷ്ട്രീയം കൈകാര്യം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അവർ മിതത്വം പുലർത്തണം. യാതൊരു കാരണവശാലും സാധാരണ ഒരു പ്രവർത്തനം പറയുന്ന പോലെ അല്ല ഒരു നേതാവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് KM ഷാജിയുടെ അടുത്ത് പറയാനുള്ളത്. KM ഷാജി വളരെയധികം ശ്രദ്ധിക്കണം. നേതാക്കന്മാർ KM ഷാജിയെ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം, സൗഹാർദ്ദം, സഹകരണം, ദയ, അനുകമ്പ, ഇതെല്ലാം മനുഷ്യന് വേണം. ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആരോടും വെറുപ്പും വേണ്ട, വിദ്വേഷവും വേണ്ട. നമ്മളോട് കാണിക്കുന്ന വെറുപ്പും വിദ്വേഷവും ആളുകൾ കാണിച്ചോട്ടെ. സംഘികളായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും കാസയായിരുന്നാലും അവർ കാണിച്ചോട്ടെ. അവർ കാണിക്കുന്നതിന് അവർക്ക് പടച്ചവൻ കൊടുത്തോളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടേതായ രീതി, നമ്മുടേതായ പാരമ്പര്യമുണ്ട്, നമ്മുടേതായ സംസ്കാരമുണ്ട്. അതിനനുസരിച്ച് ഷാജി സംസാരിക്കാവൂ. ഇത് ഒരു ജ്യേഷ്ഠ സഹോദരൻ പറയുന്നതായിട്ട് KM ഷാജി കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെയാണ് കേരള സമൂഹത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ പ്രസ്താവനകളും നടത്തേണ്ടതെന്ന് ആളുകൾ ഇപ്പോൾ കേൾക്കുന്ന ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിക്കുമ്പോഴത്തേക്ക് വികാരം കൊണ്ട് എന്തും പറഞ്ഞു കളയാൻ പാടില്ലാത്ത ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു വർഷം അത് പൊക്കി പിടിച്ചോണ്ട് നടക്കും. അത് എത്രയെങ്കിലും നാള് അത് പൊക്കി പിടിച്ചോണ്ട് നടക്കും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ. കാരണം അവർ നോക്കി നടക്കുകയാണ് എന്താണ് തെറ്റ്. കേരളത്തിൽ
ഇന്ത്യയിൽ തന്നെ എടുത്താലും അന്തസ്സോടെ, അഭിമാനത്തോടെ, ആദർശ ശുദ്ധിയോടുകൂടി ഒരുത്തൻ്റെയും സ്വാധീനത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്നുള്ള ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. BJP ആയിരുന്നാലും അമിത്ഷാ ആയിരുന്നാലും മോഡി ആയിരുന്നാലും ആഗ്രഹിക്കുന്നുണ്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ. മാർക്സിസ്റ്റ് പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള കുറെ പൊട്ടന്മാർ മുസ്ലിം ലീഗിനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം എടുത്തിരിക്കുകയാണ്. അതൊക്കെ ആണും പെണ്ണും കെട്ടോന്നവർ പറയുന്നതാണ്. അതൊന്നും നമ്മൾ കണക്കാക്കണ്ട. പക്ഷെ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നമ്മൾ പൊതുസമൂഹത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.